ഹായ് കൂട്ടുകാരെ, അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ 3rd എപ്പിസോഡാണ് കേട്ടോ. ഇതിനകത്ത് കൂടുതലും മഞ്ഞയും വെള്ളയും നിറത്തിലുള്ള പൂക്കളാകാനാണ് ചാൻസ്. കാരണം ഇവിടെ ഡാഫഡിലിൻ്റെ ഒരു സമയമായതുകൊണ്ട് ആ പൂക്കളാണ് കൂടുതൽ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺട്രിയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഡാഫഡിലിൻ്റെ ഒരു പ്രത്യേകതയും അതുപോലെ തന്നെ ഇത് ഏതൊക്കെ മാസങ്ങളിലാണ് വിടരുന്നതെന്നും ഇതിൻ്റെ കിഴങ്ങ് ഇട്ടാൽ മതി എല്ലാ വർഷവും ഇതിങ്ങനെ വരുമെന്നുള്ള വിശേഷങ്ങളൊക്കെ അറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. ഞാൻ നേരത്തെ എനിക്കൊന്ന് ഏതൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഞാനിവിടെ വന്ന് ഒരു 10 വർഷക്കാലം ഞാൻ വർക്ക് ചെയ്തത് ഒരു നേഴ്സിംഗ് ഹോമിലാണ്. അവിടെ ഓൾഡ് പേരൻസിനെയാണ് കൂടുതൽ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പം മാർച്ച് മാസത്തിൽ അമ്മമാരെ കാണാനായിട്ട് മക്കൾ, അത് അകലങ്ങളിലാണെങ്കിലും അവർ ഓടിയെത്തും. കാരണം മദേഴ്സ് ഡേ എന്ന് പറയും. അത് ഇവിടെ എൻഡ് ഓഫ് മാർച്ചാണത്. അപ്പോൾ അന്ന് അവർ ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് കൊടുക്കുന്ന സമ്മാനം ഈ ഡാഫഡിൽസാണ്. അത് ഒരു 2 വീക്സ് വരെ അവർ മുറിയിൽ കാത്തു സൂക്ഷിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കിഴങ്ങ് അവർ വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ട് അത് നെക്സ്റ്റ് ഇയറിലും വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെ എല്ലാ വർഷവും ഇവിടെ വരുന്നതാണ്. ഇവിടെ നമ്മൾ വന്ന വർഷം മുതൽ ഇവിടെ കാണുന്നതാണ്. ഇതിനാരും ഒന്നും പരിപാലിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ കർത്തവ്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ ഇത് നിറവേറ്റും. ഇത് വേറൊരു വെറൈറ്റി, ഇത് സെയിം തന്നെയാണ്. ഇത് വെള്ള. ഈ വെള്ള പൂക്കളെ പറ്റി പറഞ്ഞപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വെള്ള നിറം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഈ പൂക്കളുടെ പോലെ പൂക്കളെ സ്നേഹിക്കാനും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് സ്നേഹം പകരാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെയും നമ്മുടെ കൂടെയുള്ളവരുടെയും ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകട്ടെ. ഞാനും വലിയ ആളായിട്ടൊന്നും അല്ലാട്ടോ പറയുന്നത്, എന്നോടും കൂടിയാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഒരുപാട് മഹാന്മാരുടെ വാക്കുകൾ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ കേൾക്കുമ്പം നമുക്കും ചില വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുമല്ലോ, അങ്ങനെ പറയുന്നതാണേ. അപ്പം നിങ്ങൾക്ക് സന്തോഷമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് വെള്ളപ്പൂക്കളുടെയും മഞ്ഞപ്പൂക്കളുടെയും പാട്ടുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 1 വരിയോ 2 വരിയോ. അപ്പോൾ നമുക്കറിയാലോ, എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ ഈ പൂക്കളും പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള പാട്ടുകളും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പോൾ മഞ്ഞപ്പൂക്കളും വെള്ളപ്പൂക്കളും നമ്മൾ നേരത്തെ എടുത്ത ഡാഫഡിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമാണത്. ഇത് ചെറിയ പൂക്കളാണ്. ഇത് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിറയെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ. ഭംഗിയില്ലേ? ഇവിടെ UK ഡാഫഡിൽസിൻ്റെ കാലമായി. അതിമനോഹരമായ ഒരുപാട് വെറൈറ്റി ഉള്ള ഡാഫഡിൽസാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇതിൻ്റെ കിഴങ്ങ് വാങ്ങി ഈ ചട്ടിയിൽ നട്ട് ഒരു കഴിഞ്ഞ മാസം ഇതിൻ്റെ നാമ്പ് ഇങ്ങനെ വന്ന് ഇപ്പം ഇങ്ങനെ നിറയെ പൂക്കളായി. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓറഞ്ച് നിറവും പിന്നെ ഇതളുകളെല്ലാം മഞ്ഞയും. പിന്നെ അതിൽ തന്നെ വേറെ വെറൈറ്റി ഉണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ വീഡിയോ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഡാഫഡിൽസും നമ്മുടെ UK വന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. വിഷുവിൻ്റെ കാലാവുമ്പം കണിക്കൊന്ന പൂക്കുന്നത് പോലെ, ഇത് കണിക്കൊന്നയല്ല, പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പൂവാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ പഞ്ഞി പോലെ ഇരിക്കും, നല്ല മഞ്ഞ നിറത്തിൽ പഞ്ഞി പോലെ ഇരിക്കും. ഈ മരം നിറയുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലാണത്. ഇതൊരു 2 വീക്സ് നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊഴിഞ്ഞു പോകും. നമ്മുടെ എന്താ പറയുക, ഇലഞ്ഞിപ്പൂ പോലെ തോന്നും. പക്ഷെ ഇതിൻ്റെ പേരറിയില്ല എന്താന്ന്. എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ട, നല്ല മഞ്ഞ നിറം. ഇഷ്ടമായി കാണും അല്ലേ? മരം നിറയുണ്ട്. ഇവിടെ ഒരുപാട് പേര് നടക്കാൻ വരുന്ന ഒരു വലിയ ഗ്രൗണ്ടാണിത്. വളരെ നീറ്റാണ് ഗ്രൗണ്ട്, നല്ല ഭംഗിയുണ്ട്. ഒരുപാട് മരങ്ങൾ ഇവരൊന്നും മുറിക്കാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ഡോഗ്സും കൂടെ ഉണ്ടാവും. അതിൻ്റെ സൈഡിലായിട്ട് ഒരു മഞ്ഞ നിറത്തിലുള്ള ആരും കാണാത്ത ഒരു പൂക്കൾ. ഇതിൻ്റെ പേര് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ നിറയുണ്ട്. നോക്കിയേ, നിറയുണ്ട്. അതിൻ്റെ കൂടെ നീലാകാശവും ആ മേഘങ്ങളും കൂടി ആയി അടിപൊളിയായി അല്ലേ? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടിട്ടാണ് എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഈ പൂക്കളുടെ അടുത്തേക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ ഈ പൂക്കളെ ഒന്ന് തൊടാനോ അല്ലെങ്കിൽ പറിക്കാനോ നമുക്ക് സാധിക്കണമെങ്കിൽ ഇത് കണ്ടോ, ഇതിൻ്റെ മുള്ളുകളാണ്, ഇത് മൊത്തം മുള്ളുകളാണ്. ഇത് തൊടാതെ നമുക്ക് അതൊന്നും പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഭംഗിയുള്ള വസ്തുക്കൾ കിട്ടണമെങ്കിൽ കുറേയേറെ പ്രതിസന്ധികളും ഇതുപോലത്തെ മുള്ളുകളും ഒക്കെ നമുക്ക് സഹിക്കേണ്ടി വരും. അതിനൊരു ഉദാഹരണം കൂടി എനിക്ക് പെട്ടെന്ന് തോന്നി കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ വെള്ളപ്പൂക്കളുടെ അടുത്ത് നിന്നിട്ടാണ് ഞാനും ടീനയും വീഡിയോ എടുത്തത്. അന്ന് ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ അകലേന്ന് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എന്താ പഞ്ഞിക്കെട്ട് പോലെ നിൽക്കുന്നതെന്ന്. നോക്കിയപ്പം ആ മരങ്ങളിൽ ഉണ്ടായിരുന്ന മുട്ടുകൾ കൂടി വിടർന്ന് അതിമനോഹരിയായിട്ട് നിൽക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കാട്ടിലാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. ഇത് കണ്ടോ, കൊടും കാടാണ് ഇവിടെ. ഇതിന് ആരെങ്കിലും വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ വളമിടുകയോ ചെയ്യുന്നില്ല. എന്നിട്ടും എന്ത് ഭംഗിയായിട്ടാണല്ലേ ഇത് വളരുന്നത്. അതിൻ്റെ ബാക്കിൽ ചിലപ്പം അതിൻ്റെ അമ്മയായിരിക്കും. ഇതിലും മനോഹരിയായിട്ട് നിൽക്കുന്നു അമ്മ. അതിനകത്ത് ഇലകൾ കാണാൻ വളരെ പ്രയാസമാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ മലയാള സിനിമകളിൽ ഉള്ള വെള്ള നിറത്തിലുള്ള പാട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പൂക്കളുടെ ആണെങ്കിലും അങ്ങനെ ഒരുപാടുണ്ടാവും. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യോ, നമുക്ക് നോക്കാം എത്ര പാട്ടുകൾ ഉണ്ടെന്ന് നോക്കാം. ഇതിവിടുന്ന് പോകാൻ തോന്നണില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരിയായിട്ട് നിൽക്കുന്നു. ദേ കണ്ടോ, ഇതിൻ്റെ പേര് നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയെങ്കിലും. ഇപ്പോൾ ഗൂഗിൾ ഉണ്ടല്ലോ, ഗൂഗിളിൽ അടിച്ചാൽ ചിലപ്പോൾ പേര് കിട്ടുമായിരിക്കും. ഇനി 2 ദിവസം കഴിഞ്ഞ് വരുമ്പം ഇത് കാണുമെന്ന് അറിയത്തില്ല. ഞാൻ തനിച്ചാണ് വന്നിരിക്കുന്നത്. ഇതൊന്ന് കുലുക്കി നോക്കാം. പൂക്കൾ പൊഴിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനൊന്ന് കുലുക്കി നോക്കിയതാട്ടോ. നല്ല ഭംഗിയില്ലേ?